മോള് സാറ്റ്സ് എക്സാം എഴുതാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് കേൾക്കാം. I'm kind of nervous and excited about my SATs. Today is the first day. I don't know what to say. SATs and how many subjects in SATs? There are 4 subjects: grammar, arithmetic, reasoning and arithmetic come in maths. Grammar and spelling come in English. SATs is an exam we do in year 6. So it depends which class we're in SJB. But if you have, you would already get the admission if you're Catholic. അങ്ങനെ എസ്തറിന് ഞാൻ സാറ്റ്സ് എക്സാമിന് പറഞ്ഞു വിട്ടു. അവളുടെ ആദ്യത്തെ എക്സാമാണിത്. ആക്ച്വലി ഇതിനകത്ത് 4 എക്സാമാണ് ഇവർ നടത്തുന്നത്. പേടിക്കാനൊന്നുമില്ല. ഈ 4 എക്സാം എന്ന് പറയുന്നത് 2 ഇംഗ്ലീഷും 2 മാത്സും. ഇപ്പം ഇംഗ്ലീഷിൻ്റെ ഇന്നത്തെ എക്സാം എന്ന് പറയുന്നത് സ്പെല്ലിങ്, പഞ്ച്വേഷൻ, ഗ്രാമർ. അതിൽ പഞ്ച്വേഷൻ ഗ്രാമർ ആദ്യം നടത്തും 40 മിനിറ്റ്, പിന്നെ സ്പെല്ലിങ്ങിന് 20 മിനിറ്റ് സെപ്പറേറ്റ് ആയിട്ട്. പക്ഷേ 1 മണിക്കൂറിനുള്ളിൽ പരിപാടി തീരും. പിന്നെ നാളെ റീഡിങ്, അത് 2ാമത്തെ എക്സാം, അത് 40 മിനിറ്റ്. നാളെ കഴിഞ്ഞ് അരിത്തമാറ്റിക് ആൻഡ് റീസണിങ്, നമ്മുടെ മാത്സിൻ്റെ എക്സാമാണ്. അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത്. അതും 1 മണിക്കൂർ. പിന്നെ അത് കഴിഞ്ഞിട്ട് തേഴ്സ്ഡേ റീസണിങ് മാത്രം. അപ്പം അരിത്തമാറ്റിക് റീസണിങ് തമ്മിലുള്ള ഡിഫറൻസ് ഏതാണെന്ന് വെച്ചാൽ അരിത്തമാറ്റിക്കിൽ പ്ലസ് മൈനസ് സ്ട്രെയിറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. റീസണിങ് എന്ന് പറയുന്നത് കുറച്ച് വളഞ്ഞ് തിരിഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, ഇന്ന സംഭവം ഇത്രയാണെങ്കിൽ ഇന്നത് കുറച്ച് കഴിഞ്ഞാൽ ഇത്ര ആവും, അങ്ങനെ വളഞ്ഞു തിരിഞ്ഞ്. അതാണ് എല്ലാ കുട്ടികൾക്കും ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. എസ്തറിനും അത് തന്നെയാണ് ഡിഫിക്കൽട്ട്, റീസണിങ്. പിന്നെ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ റീഡിംഗ് ആണ് ഡിഫിക്കൽട്ട്. നല്ലൊരു റീഡിംഗ് ഹാബിറ്റ് പിള്ളേർക്ക് എല്ലാം തുടക്കത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് റീഡിംഗ് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്നെ സാറ്റ്സിന് സഹായിച്ച സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ IXL പെയ്ഡ് സൈറ്റാണ്. 16 പൗണ്ട് എങ്ങാണ്ടാണ് മാസം കൊടുക്കേണ്ടത്. പക്ഷേ ഇയർ 1 തൊട്ട് ഇയർ 13 വരെയുള്ള എല്ലാ വർഷത്തിലേക്കുള്ള UK ഫുൾ സിലബസ് അടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് ആണ് അതിനകത്ത് മൊബൈലിൽ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അത് വളരെയധികം എനിക്ക് ഉപകാരപ്പെട്ടു. ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ ഞാൻ എടുത്തോളൂ ഈ കഴിഞ്ഞ മാസം. അപ്പം അത് തന്നെ ഇനഫായിരുന്നു. പിന്നെ അവർക്ക് വേണ്ടത് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലേക്കൂടെ ഒന്ന് കയറി ഇറങ്ങി പോകണം. അതിന് satpapers.org.uk ആ ഒരു വെബ്സൈറ്റിനകത്ത് എനിക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടി. അപ്പം ഞാൻ ഈ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആകുമ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല പരിചയം കിട്ടും. ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഴയ കാലങ്ങളിൽ വന്നത്. നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ നമ്മൾ റിവിഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ പഠിച്ചത്. അപ്പം ഇതെല്ലാമാണ് സാറ്റ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ. It was okay. I think I'm going to get full mark on SPAC. But the spelling, I got 13. 13? Yeah. I know it. I got 7 wrong. സാരല്ല. I thought I would get like 2 wrong, but I got 7. എസ്തറിന്റെ എല്ലാ എക്സാമും തീർന്നു അങ്ങനെ ഇന്ന്.